നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏറ്റവും പുതിയ എപ്പിസോഡായ 1-to-1 ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട് ഇലക്ഷൻ ചൂടിലാണ്. ഖത്തർ പ്രവാസികൾക്കിടയിലും ഇലക്ഷൻ ചൂടിനൊട്ടും കുറവില്ല. ചോദ്യങ്ങളും ആശങ്കകളും എല്ലാം ഉണർന്നു നിൽക്കും. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കും ചോദ്യങ്ങൾക്കും വേദി ഒരുക്കിയിരിക്കുന്നു. വോട്ട്, ചിന്ത, ഭാവി എല്ലാം തുറന്നും നേരിട്ടും സംവദിക്കാൻ ഖത്തറിൻ്റെ ഇൻകാസ് നേതാക്കളായ ചീഫ് പാട്രനായ KK ഉസ്മാൻ, ജനറൽ സെക്രട്ടറിയായ KV ബോബൻ ആൻഡ് വൈസ് പ്രസിഡന്റായ അൻവർ സാദത്ത് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ടോക്ക് ഷോയുമായി. പ്രത്യേകിച്ച് ഗൾഫിലെ സാഹചര്യങ്ങൾ നമ്മളെയൊക്കെ ഭീതിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളിവിടെ ഇങ്ങനെ ജീവിക്കുമ്പോഴും ഈ മാസം 9-ാം തീയതി നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മുടെയൊക്കെ മനസ്സുള്ളത്. ആ മനസ്സിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുമോ, നമ്മുടെ സ്ഥാനാർത്ഥികൾ എത്ര പേര് ജയിച്ചു വരും, UDFൻ്റെ പുതിയ മുന്നണി ഉണ്ടാകും, ഈ ചിന്തകളാണ് വാസ്തവത്തിൽ ഇത്രയും വിഷമകരമായൊരവസ്ഥയിൽ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളത്. ഉസ്മാനിക്ക പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ ഏതൊരു തെരഞ്ഞെടുപ്പ് വന്നാലും അതിന് ഏറ്റവും ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്നത് എപ്പോഴും പ്രവാസികളാണ്. ഇപ്പോൾ നമ്മൾ തന്നെ പലരും ഇപ്പോൾ ഈ ഒരു സാഹചര്യം അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ നാട്ടിലായിരുന്നു. തീർച്ചയായിട്ടും ഇലക്ഷൻ്റെ പ്രചരണവും അതോടൊപ്പം തന്നെ നമ്മുടെ സമ്മതിദാനാവകാശം നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനൊക്കെ ആയിട്ട് നമ്മൾ എത്രയോ നേരത്തെ നമ്മൾ നാട്ടിലായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കത് കഴിയുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മളാലാവുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ബോബൻ പറഞ്ഞതുപോലെ അപ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നമ്മൾ നാട്ടിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ദൂരെ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രവാസികളായ നമ്മൾ നാട്ടിലെ ഓരോ ചെറിയ സ്പന്ദനങ്ങളും അല്ലെങ്കിൽ നാട്ടിലെ ഓരോ സംഭവ വികാസങ്ങളും ദൂരെ ഇരുന്ന് നോക്കിക്കാണുന്ന ഒരു പ്രവാസി, പ്രത്യേകിച്ച് മലയാളികൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു വരാനിരിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മളെ ഇവിടെ ഇരുന്ന് ഈ ഒരു സാഹചര്യത്തിൽ വളരെ ആകാംക്ഷയോടു കൂടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു ഗവൺമെൻറ് മാറ്റത്തിനാണ് പറയുക. നിലവിലുള്ള ഗവൺമെൻറ് മാറി അല്ലെങ്കിൽ മുന്നണി മാറി പിന്നെ പുതിയ ഗവൺമെൻറ് വരണം, പാർട്ടി വരണം, അങ്ങനെയാണ് പറയുക. പക്ഷേ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്, ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു ഒരു പിന്നെ എന്താ പറയുക, ഒരു തലമുണ്ട്, ഒരു വിശാലമായ അർത്ഥമുണ്ട്. അപ്പം കേരളം നേരത്തെ ഉണ്ടായിരുന്ന കേരളമല്ല ഇപ്പോഴുള്ളത്. ആ കേരളത്തെ വീണ്ടെടുക്കുക എന്നുള്ളതല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം തീർച്ചയായിട്ടും ഉസ്മാനൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം പറയും. സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രതിപക്ഷം ശ്രമിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ് താഴെ ഇറക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം അവിടെ വളരെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. താഴെ ഇറക്കുക എന്നുള്ളതല്ല, ഗവൺമെൻറ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഒരു പദ്ധതി ഓൾറെഡി തയ്യാറാക്കിയേക്കണം. ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് UDFൻ്റെ ആവുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഒരു പദ്ധതി തയ്യാറാക്കിയേക്കണം. അതായത് ഗവൺമെൻറ് പരാജയപ്പെട്ടെടുത്ത് ഒരു പ്രതിപക്ഷം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. തീർച്ചയായും ഉസ്മാനൊക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ കേരളത്തെ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു 10 കൊല്ലത്തെ മുമ്പത്തുള്ള കേരളമല്ല ശരിക്കും ഈ ഒരു 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം സാമൂഹ്യ അന്തരീക്ഷത്തിലും അതുപോലെ നമ്മുടെ എന്താ പറയുക, ഈ പിന്നെ നമ്മുടെ ബന്ധങ്ങളിൽ പോലും, അതായത് ഒരു മതേതര സ്വഭാവം തന്നെ നഷ്ടപ്പെട്ട, അതങ്ങനെ ഒരു ജനാധിപത്യത്തെ സ്വഭാവം തന്നെ നഷ്ടപ്പെട്ട ഒരു അവിടെയാണ് എൻ്റെ പോയിന്റ്. നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് പോയിന്റ്. വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിലുണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പൈതൃകം നഷ്ടപ്പെട്ടിട്ടുണ്ട്, സംസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്, വിശ്വാസ മൂല്യങ്ങളിൽ ചുരി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ വീണ്ടെടുക്കുക എന്നുള്ളത് അത് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ കൊണ്ടുണ്ടായ, പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ, അല്ലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുണ്ടായ ഒരു കുറേ പിന്നെ രാഷ്ട്രീയ നമ്മുടെ സംസ്കാര ച്യുതികളുണ്ട്. അതൊക്കെ വീണ്ടെടുക്കാനുള്ള വളരെ തീവ്രമായ ഒരു പ്രയത്നമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ UDFൻ്റെ നേതാക്കന്മാരും പറയുന്നത് പോലെ പുതിയൊരു കേരളത്തിൻ്റെ തുടക്കം
ഈ 9-ാം തീയതിയത്തെ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ UDF-കാരാണ്, നമ്മൾ ആഗ്രഹിക്കും നമ്മുടെ ഗവൺമെൻറ് വരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നത് ഇനിയൊരു പിണറായി വരണം, അല്ലെങ്കിൽ തീർച്ചയായും കമ്മ്യൂണിസത്തിൻ്റെ മൂല്യങ്ങൾ ഒരു വലിയൊരു മൂല്യച്യുതിയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഉസ്മാനിക്ക അന്ന് ആ പരിപാടി ഉണ്ടായല്ലോ, ശ്രീ വി ഡി സതീശൻ പറഞ്ഞു, നിങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കണം. കാരണം നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ UDF-ന് വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതെന്താ ശ്രമിച്ചു, അവർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതെന്തുകൊണ്ടാ? അവർ UDF-നോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഒരു പ്രാവശ്യം കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ കമ്മ്യൂണിസം ഇല്ലാണ്ടാവും. ബംഗാളിലെയോ ത്രിപുരയിലെയോ അവസ്ഥയാവും. കാരണം ഇത് ശരിക്കും കമ്മ്യൂണിസം അല്ല, ശരിക്കും പിണറായിസമാണ് കേരളത്തിൽ നടക്കുന്നത്. തീർച്ചയായും ബോബൻ പറഞ്ഞത് 100% കറക്റ്റാണ്. കാരണം ഈ മാർക്സിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ CPM-കാർക്ക് മാർക്സിസ്റ്റുകാരോടുള്ള വെറുപ്പ് കൊണ്ടല്ല അങ്ങനെ സംസാരിക്കുന്നത്. നമ്മുടെ മാർക്സിസം അല്ലെങ്കിൽ ഇടതുപക്ഷം കേരളത്തിൽ അതിജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആ ഒരു നിലപാട് നല്ല ഇടതുപക്ഷക്കാരെടുക്കുന്നത്. ജി സുധാകരൻ പറഞ്ഞൊരു വാചകം ഉണ്ടെന്നില്ല, അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്ക് എന്താ കുഴപ്പം, CPM-ന് കുഴപ്പമില്ല, നേതാക്കന്മാർക്കാണ്. അത് വളരെ പ്രസക്തത എന്താണെന്നറിയാം, പ്രസക്തതാണ്. അത് വളരെ വെളിച്ചത്ത് വന്നൊരു കാര്യം കൂടിയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ പഞ്ചായത്ത്, പിന്നെ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലാക്കട്ടെ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പോലും വിശ്വസിക്കാത്ത തരത്തിലേക്ക് UDF-ന് ഒരു വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കേവലം UDF-കാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല. തീർച്ചയായിട്ടും നല്ലവരായ ഇടതുപക്ഷക്കാർ, നല്ലവരായ മാർക്സിസ്റ്റുകാർ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നല്ല കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോയി അവർ പ്രതിപക്ഷത്തിരിക്കണം. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും അധികാരത്തിൽ തുടരുകയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അഡ്രസ്സും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ത്രിപുരയുടെ നേരത്തെ ബോബനൊക്കെ സൂചിപ്പിച്ചതുപോലെ ബംഗാളിൻ്റെ ഒക്കെ അവസ്ഥ തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക്. പക്ഷേ നമ്മളതൊക്കെ കണ്ടുകൊണ്ടാണ് പുതിയ പദ്ധതികളുമായിട്ടാണ്, അത് എല്ലാ വിഭാഗം, ഈവൻ നമ്മുടെ പ്രവാസികളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണക്കാരെ ആയിക്കോട്ടെ, എല്ലാവരെയും കണ്ടുകൊണ്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ UDF പ്രകടന പത്രിക വന്നത്. അതിനുശേഷമുള്ള ഇന്ദിരാഗാന്ധി ഇന്ദിരാ ഗ്യാരണ്ടികൾ വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും. ബോബൻ്റെ അഭിപ്രായം എന്താ കാര്യത്തിൽ? അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഏറ്റവും വലിയ കേഡർ പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. കോൺഗ്രസിൽ നമുക്കങ്ങനെ കേഡർ പാർട്ടി എന്നൊന്നും പറയാനില്ല. ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റ് കിട്ടാണ്ടാകുമ്പോൾ ഡോക്ടർ സാറിനെ പോലുള്ള ആളിലേക്ക് നമുക്കറിയില്ല, അവരങ്ങനെ. പക്ഷേ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്രമാത്രം സീനിയറായിട്ടുള്ള നേതാക്കന്മാർ CPM വിട്ടുപോകുന്നു. അതായത് മുൻ മന്ത്രിമാരായിരുന്നവർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അങ്ങനെയുള്ള ഒരു പിടി സീനിയർ നേതാക്കൾ, നമ്മളൊന്നും ഒരിക്കലും ആലോചിക്കാത്ത നേതാക്കൾ, അവര് അത് വിട്ടുപോകാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് കമ്മ്യൂണിസത്തിന്റെ അന്തസത്ത എന്താണ്, കമ്മ്യൂണിസം അപജയം, കമ്മ്യൂണിസം വിഭാവനം ചെയ്യുന്നതെന്നെല്ലാം ഈ പാർട്ടി, അതാണ് സുധാകരൻ പാർട്ടിയല്ല, കുറെ ഇപ്പോഴത്തുള്ള നേതാക്കന്മാർ, പിണറായിയും അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കന്മാർ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചത് കൊണ്ടാണ് അവര് വിട്ടുപോകുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ കറങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, അവരെ വിട്ടുപോകാൻ കാരണം തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ UDF-ന് സ്വസ്ഥ തുല്യമായ, അതായത് നമ്മൾ പോലും വിജയം ഉണ്ടായിരുന്നു. വാഗ്ദാനങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്കൊരു വാഗ്ദാനം തന്നിരുന്നു. അതായത് ഷാർജ ഒരു മലയാളികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട്, അതായത് 2016 6 മാസം ഇവിടുന്ന് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോകുന്ന പ്രവാസികൾക്ക് 6 മാസം ഇവിടെ കിട്ടിയ ശമ്പളം തരുന്നത്. പക്ഷെ അതിനുശേഷമാണ് കോവിഡൊക്കെ വന്ന് ഒരുപാട് ആള് പിന്നെ നാട്ടിലേക്ക് തിരിച്ച് ആ ഒരു വാഗ്ദാനം ഒന്നും പാലിച്ചില്ല. പക്ഷെ UDF ഇപ്പോൾ തയ്യാറാക്കിയത് വളരെ കാലങ്ങളോളം പഠിച്ച് എടുത്ത ഒരു തീരുമാനങ്ങൾ പ്രകടന പത്രികയാണ്. UDF-ന്റെ പ്രകടന പത്രിക മാത്രമല്ല, പിന്നെ 6 പരിപാടി ഉണ്ടല്ലോ, ഇന്ദിരാ ഗ്യാരണ്ടികൾ, അതൊക്കെ വെൽ സ്റ്റഡീഡാണ്. അത് ഏറ്റവും വലിയ എക്സ്പേർട്ടുകളെ ഇരുത്തിക്കൊണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങളെടുത്ത് എല്ലാ വരുംവരായ്മകളും അതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠനം നടത്തിയതിന് ശേഷം സുചിന്തിതമായി
ചർച്ചകൾക്ക് ശേഷം എടുത്ത ഒരു തീരുമാനമാണ്. അതും അതിൽ പ്രഗത്ഭരായ ആൾക്കാർ എക്സ്പേർട്ടുകളാണ്, അത് എക്സ്പേർട്ടുകൾ ഇരുത്തിക്കൊണ്ട് ഇൻഷുറൻസിന്റെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ ഡോക്ടർ ലാലിനെ പോലുള്ള മെഡിക്കൽ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് അവരെ ഉൾപ്പെടുത്തിയിട്ടാണ് സ്റ്റഡി നടത്തിയിട്ടാണ് ഇത് നടപ്പാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പം നല്ല 6 പരിപാടിയിലേക്ക് പോയാൽ തന്നെ ആ പരിപാടി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറുന്ന പരിപാടികളാണ്. ഇത്രയും എഫക്റ്റായി ജനങ്ങളിലേക്ക് എത്തുന്ന ഏറ്റവും നല്ല പരിപാടികൾ. ഇപ്പം അതിൽ ഒന്നിനൊന്ന് മെച്ചങ്ങൾ. ഇപ്പം ആദ്യം പരിപാടിയിൽ ഒന്ന് പിന്നെ സ്ത്രീകൾക്ക് പിന്നെ ബസ് KSRTC ബസ് അത് വളരെ സക്സസ്ഫുള്ളായിട്ട് വളരെ വിജയകരമായിട്ട് കർണാടകത്തിലും അതുപോലെ തന്നെ തെലങ്കാനയൊക്കെ നടപ്പാക്കിയ കാര്യങ്ങളാണ്. അല്ല, അതിലൊരു ഇതുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പറയും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ KSRTC നഷ്ടത്തിലാവുമെന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും നമ്മൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് നമ്മളതിൽ യാത്ര ആക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പുരുഷനും കയറും. അപ്പം ശരിക്കും അത് KSRTC ലാഭത്തിലാവുക ചെയ്യാം. ഈ ഒരു ഈവൻ പുരുഷൻ ഇല്ലെങ്കിലും അതിൻ്റെ കാൽക്കുലേഷനും അതിൻ്റെ എത്ര ഉണ്ടാവും സ്റ്റഡി നടത്തിയിട്ട് തന്നെയാണ്. പിന്നെ അതിനുശേഷം ഉള്ള ഗ്യാരണ്ടികൾ. ഇപ്പൊ പ്രവാസികളുടെ കാര്യം പറഞ്ഞു. ഈ പ്രവാസികളെ വലിയ പ്രവാസി പ്രേമമൊക്കെ LDF പറയുന്നുണ്ട്. നമുക്ക് ഒറ്റ ഉദാഹരണം എടുത്താൽ ഇത് ആരെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ ഭാര്യയാണ് PK ശ്യാമള. അവരാരാ? അതായത് പ്രവാസികൾക്ക് മറക്കാൻ കഴിയില്ല. കാരണം അങ്ങേര് തന്റെ ജീവിതകാലം മുഴുവൻ ചോരയും വെറുപ്പും പ്രവാസി ലോകത്ത് ചോരയും വെറുപ്പും ഒഴുക്കി സമ്പാദിച്ച മൊത്തം സമ്പാദ്യം ഏതാണ്ട് 15 കോടി രൂപയോളം കൊണ്ട് ഒരു കൺവെൻഷൻ സെന്റർ പടുത്തുയർത്തിയതാണ്. അന്ന് അതിന് ചുവപ്പ് നാടയിൽ കുടുക്കി അതിന് പെർമിഷൻ കൊടുക്കാതെ അതിനുശേഷം അതിന്റെ അന്വേഷണങ്ങളൊക്കെ തെളിഞ്ഞാണ്. അതൊരു വാശിയായിരുന്നു. അതെ, അങ്ങേര് ബിൽഡിംഗ് പണിതേക്കുന്നത് പ്ലാൻ അനുസരിച്ചാണ്. അതിലൊരു തെറ്റുള്ളത് തെളിഞ്ഞ കാര്യമാണ്. അന്ന് ആരായിരുന്നു അന്തർ മുനിസിപ്പാലിറ്റി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം അതിന്റെ ലൈസൻസ് കൊടുക്കൂല പറഞ്ഞാണ്. അപ്പോ ഇതാണ് ഇവരുടെ. എന്നിട്ട് അവരെന്താ പറഞ്ഞേ? ആന്തൂർ സാജൻ ഈ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തു. എന്നിട്ട് അവരെന്താ പറഞ്ഞേ? അവരുടെ കുടുംബത്തെ അവരുടെ അറപ്പ് തോന്നുന്ന ഇന്ന് പ്രവാസി സ്നേഹം പ്രസംഗിക്കുന്നത്. അല്ല, പ്രവാസി സ്നേഹം അവർ പിന്നെ ഈ നേരത്തെ അൻവർ പറഞ്ഞ ആ പിന്നെ വാഗ്ദാനത്തോട് കൂടി തന്നെ അത് പോയല്ലോ. അതിനുശേഷം നടപ്പാക്കിയ പ്രവാസികൾക്ക് എന്താ നടപ്പാക്കുന്നത്? ആ സ്ഥാനത്ത് ഇപ്പം വളരെ ഭംഗിയായ ഇപ്പം നമ്മുടെ പ്രകടന പത്രികയിൽ 15 പ്രവാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഏറ്റവും എനിക്ക് അട്രാക്ഷൻ ഒരു ആകർഷണീയമായിട്ട് തോന്നിയത് ഓരോ പഞ്ചായത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി. കാരണം ഓരോ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു വകുപ്പാണ്. ഇപ്പം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാകും, ഹെൽത്തിൻ്റെ അതോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തിൽ പ്രവാസികൾക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നത്, അതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് പിന്നെ ഒരു ട്രൈബ്യൂണൽ ഉണ്ടാക്കുന്നു. അതായത് അതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ ഈ കുറെ 1000 കിലോമീറ്ററുകൾ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങൾ കൈകേറുക, അതിന് വ്യാജരേഖ ഉണ്ടാക്കുക, അങ്ങനെ പലരും അത് പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അതിനെ കണ്ടുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ നമുക്കൊക്കെ, നമ്മളൊക്കെ ഇവിടെ ഖത്തറിൽ പൊതുരംഗത്ത് വെക്കുന്നവരാണ്. നമ്മുടെ അടുത്തൊക്കെ പലരും സമീപിക്കാറുണ്ട് ഈ പ്രശ്നങ്ങൾക്കായിട്ട്. എങ്ങനെ നമുക്ക് എംബസി വഴി അവിടെ ബന്ധപ്പെടാം, നാട്ടില് പോലീസിന് എങ്ങനെ പരാതിപ്പെടാം, അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ വരാറുണ്ട്. അപ്പൊ അത് വളരെ, ഞാൻ പറഞ്ഞത് അത് ആരുടെ ബുദ്ധിയിൽ വെച്ചാണെങ്കിൽ പോലും വളരെ ഹോംവർക്ക് എടുത്ത ഒരു ഇതാണ് ഈ പ്രവാസി ട്രൈബ്യൂണൽ. അതായത് പ്രവാസികളുടെ ഭൂമി കയ്യേറ്റം തടയുവാനും അതുപോലെ തന്നെ വ്യാജരേഖ ചമച്ചിട്ട് അത് നമ്മൾ ചിലപ്പോൾ അറിയില്ല, നമ്മളവിടെ ചെല്ലുമ്പോഴായിരിക്കും അറിയണേ നമ്മുടെ പേരിൽ അത് വേറെ ആരെങ്കിലും പേരാണ്. അത്തരത്തിലുള്ള വളരെ അർത്ഥവത്തായ നിർദ്ദേശങ്ങളാണ് നമ്മുടെ പ്രകടനം. അതുപോലെ നമ്മളെ പ്രവാസികളെ പിണറായി സർക്കാർ സ്നേഹിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ കോവിഡ് സമയത്ത് ഇപ്പോൾ ഇവിടെ അകപ്പെട്ടു പോയ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെയും അതുപോലെ നമ്മുടെ ആൾക്കാരെയൊക്കെ ആ സമയത്ത് സംരക്ഷിച്ച് നമ്മളെ ഇവിടുത്തെ പ്രവാസി സംഘടനയാണ് ഇൻകാസ് KMC പോലുള്ള സംഘടനകൾ. പക്ഷേ നമ്മളൊരു പ്രവാസി ഒരു കോവിഡ് ആയിട്ട് നാട്ടിൽ പോയപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഭീകര ജീവികളെ പോലെയാണ് കണ്ടിരിക്കുന്നത്. നമ്മൾ ഒളിച്ചു പിടിക്കാൻ ചെയ്യും. അതേസമയത്ത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു കോവിഡ് മൂലം മരിച്ച ബോഡി നമുക്ക് അടുത്ത് പോയി കാണാം. അല്ല നമ്മൾ അതിന്റെ ചടങ്ങിലൊക്കെ പങ്കെടുത്ത. പക്ഷെ നാട്ടിൽ എന്ന് വെച്ചാൽ അതൊരു ദൂരെ നിന്ന് നമ്മളെ പ്രവാസികളൊക്കെ ഞാനതിന്റെ വിക്ടിമാണല്ലോ. ഞാൻ ആദ്യം പോയിട്ട് നാട്ടിലെത്തിയിട്ട് അത് എങ്ങനെയുണ്ട് എന്തൊക്കെയായിരുന്നു അനുഭവിച്ചതെന്നുള്ള ഞാൻ അതിൻ്റെ ഒരു വിക്ടിമാണ്. നാട്ടിലെത്തിയൊരു മനുഷ്യനാണല്ലോ, അതിന് വിക്ടിമാണ്, ശരിക്കും യഥാർത്ഥ വിക്ടിമാണ്. ഞാനത് കരഞ്ഞു പോയ രംഗങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. കാരണം എൻ്റെ ഗേറ്റിന് പുറത്താണ് ജനങ്ങൾ വന്നിട്ട് എന്നെ നോക്കുന്നത്.
ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ ഗ്രിൽസിൻ്റെ ബാക്കിൽ നിൽക്കുക, എന്നിട്ട് അവർ അത്രയും ദൂരത്തു നിന്നാണ് എന്നെ നോക്കുന്നത്. എന്നിട്ട് എൻ്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ട്സ് പോലും എൻ്റെ അടുക്കൽ വരാൻ അവർ സമ്മതിക്കുന്നില്ല. അവരതൊരു കുറേ ദൂരം അനുഭവമുണ്ടായി. അതുപോലെ ബോബൻ, നിങ്ങളിപ്പം എനിക്ക് തോന്നുന്നത് ബോബൻ അതിൻ്റെ ഇടയ്ക്ക് ഈ പിന്നെ കേരള ലോക കേരള സഭയിൽ അങ്ങോട്ട് ആയിന്ന് കേട്ടിരുന്നു. പോയോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ പ്രസക്തി എന്താണ് വാസ്തവത്തിൽ? ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ലോക കേരള സഭയിൽ അംഗമായിരുന്നു. ആദ്യത്തെ വർഷം നമ്മൾ പങ്കെടുത്തു. അതിൻ്റെ ചില ഇതുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ പങ്കെടുത്തില്ല. പക്ഷേ വിദേശത്തു നിന്നുള്ള നമ്മുടെ പ്രതികൾ പങ്കെടുത്ത കൂട്ടിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. അപ്പോൾ അതിൽ അവിടെ പലവിധ ചർച്ചകളുണ്ടാകും. അവിടുത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷം അവിടെ സൂചിപ്പിച്ചത് അതിൻ്റെ ദൂരത്തിനെ പറ്റിയാണ്. അല്ലാതെ അത് അവർ എങ്ങനെയാക്കി ടിസ്റ്റ് ചെയ്തു. അതായത് അവിടെ പ്രവാസികൾ വന്ന് ഭക്ഷണം കഴിക്കാൻ പൈസ വയ്ക്കാൻ അങ്ങനെ എല്ലാ പ്രദേശവും അതുണ്ട്. അതായത് അവിടെ സമ്മേളനം നടന്ന ശങ്കരനാരായണ തമ്പി ഹാള്, അതൊരു വളരെ നല്ലൊരു ഹാളാണ്, വളരെ ലക്ഷറി ആയിട്ടൊരു ഹാളാണ്. അതിന് ഇവർ കണക്ക് എഴുതി 16 കോടിയാണ് ഈ ലോക കേരള സഭയ്ക്ക് വേണ്ടി ആ ഹാള് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കിയെന്ന് പറഞ്ഞു. അതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. അതല്ലാതെ പ്രവാസികൾ ഇവിടുന്ന് അവിടെ വന്നു ആ മീറ്റിങ്ങിൽ ഭക്ഷണം കഴിക്കുന്ന ചിലതിനെ പറ്റിയൊന്നും അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞില്ല. പക്ഷെ അത് പറഞ്ഞ് അതിനങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ആ രീതിയിലേക്ക് ആക്കി. അപ്പോൾ അതൊന്നും എത്ര നിർദ്ദേശങ്ങൾ നടപ്പായിട്ടുണ്ട്? നമുക്ക് ആർക്കും അത് പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അതിൻ്റെ നിർദ്ദേശങ്ങൾ എത്ര നടപ്പാക്കിയിട്ടുണ്ട്, അതിനുവേണ്ടി എന്ത് തുക ചെലവഴിച്ചിട്ടുണ്ട്, അതൊക്കെ ഈ പബ്ലിക് അതിൽ വേറൊരു ഇതുണ്ട്. അതിലൊരു ഓഡിറ്റിംഗ് ഇല്ലെന്നാ പറയുന്നത്. പ്രവാസികളുടെ പേരിൽ ഒരു ദൂർത്തായി. പക്ഷേ നമ്മളതിനെ കംപ്ലീറ്റ് തള്ളുന്നില്ല. പക്ഷേ അതിൻ്റെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രവാസികളെ ടേക്കപ്പ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കാര്യമായ എന്തെങ്കിലും നടന്നതായിട്ടുള്ള റിപ്പോർട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് UDF അത് ബഹിഷ്കരിക്കാൻ ഒരു കൊല്ലം പോയി അൻവർ പിന്നെ ഞാനെങ്ങനെങ്കിലും നാട്ടിൽ പോയിട്ട് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിന് നമ്മളിപ്പോൾ പ്രതീക്ഷയിലാണല്ലോ ഉള്ളത്. ഇപ്പം UDF ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. കുറേ ഡീലൊക്കെ ഉണ്ട്. നമ്മൾ രാഷ്ട്രീയ നമ്മളെ അതിൻ്റെ ഞാൻ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ആ ഡീലിനെ പറ്റി എനിക്ക് വളരെ റിലയബിൾ സോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എഴുതിയതാണ്. ആ ഡീലിനെ മറികടന്നുകൊണ്ടും ഇപ്പം ഡീലിനെ മറികടന്നു എനിക്ക് ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് അറിയാം, ഈ SDPI ഇന്നലെ വരെ അകറ്റി നിർത്തിയവരെ അവരിങ്ങനെ കെട്ടിപ്പുണരുന്ന കാണുമ്പോൾ വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇവിടെ നമ്മൾ ഈ CPM തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ചെയ്യുന്നത് സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന വർഗീയതയാണ്. അവർ ഭൂരിപക്ഷ വർഗീയത പറയേണ്ടത് ഭൂരിപക്ഷ വർഗീയത പറയും, ന്യൂനപക്ഷ വർഗീയത പറയുന്നത് ന്യൂനപക്ഷ വർഗീയത. ഇപ്പൊ പേരാമ്പ്ര സംഭവം അത് പിന്നെ വടകരയുടെ മറ്റൊരു പതിപ്പാണ് അവിടെ സ്ക്രീൻഷോട്ടിന്റെ മറ്റൊരു പതിപ്പാണ്. വെള്ളാപ്പള്ളി നടേശന ന്യായീകരിക്കാമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് പ്രവാസികൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഒരു പ്രത്യാശയോടെ ഒരു പ്രതീക്ഷയോടെ കാണുന്നു. ഇപ്പൊ നമ്മൾ ഈ പ്രണവത്തിൽ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. അതായത് മടങ്ങി വരുന്ന പ്രവാസികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. അതൊരു ഈ 15 പോയിന്റ് പ്രവാസികൾക്കായി പറഞ്ഞേക്കുന്നത് 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുണ്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലാണ്, അർഹതപ്പെട്ട ഒരു പേര് തന്നെയാണ്. ആ ആരോഗ്യ ഇൻഷുറൻസിനെ പറ്റി പലർക്കും ഡൗട്ടുണ്ട്. പക്ഷേ 100% അത് ഇംപ്ലിമെന്റ് ചെയ്യും. അതിന് എല്ലാ സ്റ്റഡിയും നടത്തിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാനേതായാലും നാളെ മറ്റന്നാളെ അടുത്ത് തന്നെ നാട്ടിൽ പോയി വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പല പ്രവാസികൾ മാത്രമല്ല പുതിയ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് 100% വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. അത് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അധികാരത്തിൽ മാത്രമല്ല, ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 100 കൂടുതൽ സീറ്റ് നേടി UDF. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് പൊതുവെ. നമ്മളിപ്പോ ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞ മാസമാണ് നമ്മൾ റമദാൻ കഴിഞ്ഞു. അതായത് നമ്മുടെ ഇസ്ലാം മത വിശ്വാസികൾ ത്യാഗത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഒക്കെ ആ ഒരു മാസം കഴിഞ്ഞ് ഈദാഘോഷം. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. ഈ ആഴ്ച എന്ന് പറയുന്നത് ക്രിസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പീഡാനുഭവ വാരം എന്ന് പറയുന്നത്. അതായത് പീഡാനുഭവത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലം ഈസ്റ്റർ ഞായറാഴ്ച എന്താ സംഭവിക്കുന്നത്? രക്ഷകൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതായത് ഈ ലോക നമ്മളെ രക്ഷിക്കാൻ വേണ്ടി രക്ഷകൻ. അപ്പൊ പീഡാനുഭവ വാരം കഴിഞ്ഞ് എടുത്ത അപ്പൊ 10 കൊല്ലത്തെ പീഡാനുഭവ വർഷങ്ങൾ കഴിയാണ്. അത് കഴിഞ്ഞ് താഴെ ഇറക്കിയിട്ടുള്ള UDFന്റെ ഒരു ഉയർത്തുവരവ് നമ്മൾ കാണാൻ പോകും. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ചു. ഒക്കെ നമ്മൾക്ക് മനസ്സിൽ 9-ാം തീയതി പുതിയ ഗവൺമെൻറ് വരണം, UDF ഗവൺമെൻറ് കാരണം ഈ 10 വർഷത്തെ ദുർഭരണം അവസാനിക്കണം, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഈ പ്രവാസ ലോകത്തിരുന്നു കൊണ്ട്
നമ്മളെന്താ ചെയ്തത്, ഇൻകാസും KMCC ഒക്കെ നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി നമ്മളൊന്ന് പറയണ്ടേ. തീർച്ചയായിട്ടും. കാരണം ഇന്നിപ്പോ ഞാനിപ്പോ ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്ന് നമുക്ക് 3 പരിപാടികളുണ്ട്. 3ഉം അത് ഈ കൺവെൻഷനാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ല UDF-ന്റെ KMCC ഇൻകാസും കൂടി അതുപോലെ നമ്മുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും അതുപോലെ മറ്റു ഘടകങ്ങളും നിയോജകമണ്ഡലം കമ്മിറ്റികൾ അടക്കമുള്ളവർ നമ്മൾ ഇവിടുന്ന് പോകാൻ പറ്റില്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് അതിലെന്താ ചെയ്യേണ്ടവർ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർ, അതായത് നമ്മൾ പ്രവാസ ലോകത്തായിരിക്കുമ്പോൾ പലരും ഇവിടെയും നാട്ടിലൊക്കെ നമുക്ക് ബന്ധങ്ങളുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ആശയങ്ങളും നമ്മുടെ അഭ്യർത്ഥനകളും അതൊക്കെ നമ്മുടെ UDF ഗ്രൂപ്പിലോ കോൺഗ്രസ് ഗ്രൂപ്പിലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഗ്രൂപ്പിലോ മാത്രമല്ല പോകേണ്ടത്. മറിച്ച് ചിലപ്പോൾ രാഷ്ട്രീയമില്ലാത്തവരുണ്ടാവും, നമ്മുടെ ഇതര രാഷ്ട്രീയക്കാരുണ്ടാവും, പക്ഷെ അവർക്ക് നമ്മളോടുള്ള ബന്ധമുണ്ട്. അപ്പൊ ആ ബന്ധം ഉപയോഗിച്ചിട്ട് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ കിട്ടാവുന്ന വോട്ടുകൾ അതിവിടെ മാത്രമല്ല നമ്മൾ GCC-യിൽ മൊത്തം അത് നടക്കുന്നുണ്ട്. കാരണം GCC-യിൽ തന്നെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിലൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഒരു കോർഡിനേഷൻ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെതായ പ്രവർത്തനങ്ങൾ. കാരണം ഈ പ്രാവശ്യം അതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലായിരുന്നു ഒരുപാട് പേര് നാട്ടിൽ പോയി. ഈ പ്രാവശ്യം ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഇവരൊക്കെ ബന്ധപ്പെടാനും അത് നമുക്ക് ഓരോ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ്. അതോടൊപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇൻകാസും അല്ലെങ്കിൽ KMCC ഒക്കെ നല്ല ഇടപെടൽ നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഓളം ഉണ്ടാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഏത് സമയത്തും സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ കുറച്ച് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ ആ രീതിയിലും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയ വലിയ റോളുണ്ട്. സോഷ്യൽ മീഡിയക്ക് വലിയ റോളുണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് NRIs-ന്റെ വോട്ടൊക്കെ ചേർത്തിട്ടുണ്ട്. പുതിയ പക്ഷെ അത് കേവലം ഒരു SIR-നെ പേടിച്ചിട്ട് മാത്രം ചേർത്തതല്ല. നമ്മൾ ചേർക്കുമ്പോൾ നമ്മളത്രയും ചേർക്കുമ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ട് ചേർക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് തീർച്ചയായിട്ടും ഈ 10 വർഷത്തെ പിണറായി ഭരണത്തെ മാറ്റുന്നതിൽ NRIs-ഉം ഒരു പങ്ക് വഹിക്കണം എന്നുള്ള നിലക്ക് തന്നെയാണ്. അപ്പോൾ മൊത്തമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മളൊക്കെ ശ്രവിക്കുന്ന എല്ലാ ഗൾഫ് രാജ്യത്തിലും നമ്മളെ ഫ്രണ്ട്സ് കുറേ എല്ലാവരും സ്ഥലത്തും ഉണ്ടല്ല. ഏത് സ്ഥലത്തും നമ്മുടെ ഫ്രണ്ട്സുണ്ട്, UICC ആളുകളുണ്ട്, അതുപോലെ തന്നെ KMCC ആളുകൾ. അവരെല്ലാം കൂടി വേണ്ടി ചെയ്യേണ്ടത് നമുക്ക് കുറച്ചുകൂടി പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ കുറച്ചുകൂടി എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ടാകും. നമ്മളൊക്കെ പോകാൻ പറ്റുന്ന സൗദി ആകട്ടെ, ഒമാനാകട്ടെ, അതൊക്കെ നമ്മളൊക്കെ നമ്മളൊക്കെ കുറച്ചുകൂടി സൗകര്യത്തിൽ പോകാൻ പറ്റുന്നവരൊക്കെ പോയി വോട്ട് ചെയ്യണം. കാരണം ചില മണ്ഡലങ്ങൾ നിർണായക. മലബാർ ഏരിയയിൽ കുറ്റ്യാടി, നാദാപുരമൊക്കെ ഒന്നല്ല. 2 നിയോജകങ്ങളുടെ നാദാപുരം അഭിജിത്തിനെ ഞങ്ങൾ ജയിപ്പിക്കാം, വേറെ കാര്യം. പക്ഷെ ഞങ്ങൾ തന്നെ നിയോജകമണ്ഡലങ്ങൾ അതുപോലെ കുറ്റ്യാടി നിയോജകമണ്ഡലങ്ങളിൽ ഞങ്ങൾ ഏരിയയിലൊക്കെ നിർണായകമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മാക്സിമം ആളുകൾ പോയി വോട്ട് ചെയ്ത് തന്നെ നമ്മുടെ ഈ പ്രക്രിയയിൽ പങ്കാളികളാകണം എന്ന് തന്നെയാണ്. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് UDF-ന്റെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വോട്ടേഴ്സിൽ പേര് ചേർക്കലാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഒരു ആവറേജ് ഒരു 9,000-10,000 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ എല്ലാ മണ്ഡലങ്ങളിലും പുതിയ വോട്ടേഴ്സിനെ ചേർക്കാനായിട്ട് UDF കമ്മിറ്റികൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം ഒരു ഇലക്ഷനിലും അങ്ങനെ UDF-ന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എഫേർട്ട് എടുത്തില്ല. പക്ഷേ ഇത് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് ഏതായാലും നമുക്കൊരു മെയ് 4-ാം തീയതി, ആ മെയ് 4-ാം തീയതി നമുക്കൊക്കെ കാത്തിരിക്കാം. പുതിയൊരു രക്ഷകന്റെ വരവിനായി, പുതിയൊരു ഉദയത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മളെ നിരാശപ്പെടുത്തുന്ന റിസൾട്ട് ആയിരിക്കില്ല വരുന്നത്. നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെയുള്ള റിസൾട്ട് തന്നെയായിരിക്കും വരുന്നത്. പൂർണ്ണ ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അത് നിങ്ങളെ ഭവനില്ലേ, അനുവർന്നില്ലേ? എന്നാ പിന്നെ നോക്കണ്ട, നമ്മൾ എല്ലാം ആഘോഷിക്കാൻ. മെയ് 4-ാം തീയതി നമ്മുടെ ദിനമായിട്ട് ആഘോഷിക്കാനുള്ള പരിപാടിക്ക് കൂടി നമുക്ക് ഇപ്പം തന്നെ അതിന്റെ പ്ലാനിങ് ആണ്. അപ്പോൾ കേരള ജനത പ്രതീക്ഷിക്കുന്നത് പോലെ പുതിയ കേരളത്തിന് കേരളം ജയിക്കും, UDF നയിക്കും.